വലിയ വലിയ പ്രതിസന്ധികളിലൂടെ ഒരു മനുഷ്യൻ യാത്ര ചെയ്യുമ്പോൾ അവൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അവന് മുമ്പിൽ ആര് പോകും? ബൈബിളിൽ തന്നെ ഏറ്റവും വലിയൊരു ഉറപ്പാണ്, ദൈവം നിനക്ക് മുൻപായി പോകുമെന്നുള്ള ഉറപ്പ്. അങ്ങനെ ഒരു വചനമാണ് ഇന്ന് നിങ്ങളോട് പറയാൻ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്നത്. ആവർത്തന പുസ്തകം 31 അധ്യായത്തിന്റെ 8-ാമത്തെ വചനം. യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു, അവൻ നിന്നോട് കൂടെയിരിക്കും, നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. എത്ര ശക്തമായ വചനമാണ്! ബൈബിളിൽ വായിക്കുന്ന മറ്റു ചില വാക്യങ്ങളുണ്ട്, ദൈവം നിനക്ക് മുൻപിൽ പോകുന്നു എന്നുള്ള വാക്യം. യെശയ്യാ പ്രവചനം 45 അധ്യായം, ഞാൻ നിനക്ക് മുമ്പിൽ പോയി ദുർഘടങ്ങളെ വെട്ടിമാറ്റി താമര വാതിലുകളെ തുറന്ന് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിക്കും. അപ്പൊ ദൈവം നിനക്ക് മുമ്പിൽ പുറപ്പെടും. ചിലരോടൊക്കെ ഇന്നത്തെ വചനം സംസാരിക്കുക, നീ മുന്നോട്ട് പോകേണ്ട വഴി ചില തടസ്സങ്ങളുള്ള വഴിയാണ്, ചില ദുർഘടമായ വഴികളാണ്. നിനക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റത്തില്ല. നിനക്ക് മുമ്പിൽ വഴികാട്ടിയായി, മാർഗദർശിയായി ഒരാൾ മുമ്പിൽ പോകുകയാണ്. അവന്റെ പേരാണ് സൈന്യങ്ങളുടെ യഹോവ. ഹല്ലേലൂയ. എത്ര പേര് പറയും, കർത്താവേ എനിക്ക് മുമ്പിൽ അങ്ങയൊന്ന് പോകണം. ഇപ്പോൾ കൺമുമ്പിൽ കാണുന്ന എല്ലാ തടസ്സവും നിന്റെ മുമ്പിൽ വഴിമാറി തരണമെങ്കിൽ ദൈവം നിനക്ക് മുമ്പിൽ പോകണം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തില് നമ്മൾ പഠിക്കുന്ന ശ്രദ്ധേയമായൊരു വചനഭാഗമുണ്ട്. പത്രോസ് എന്ന ദൈവമനുഷ്യൻ ഇരുമ്പളികളാൽ ബന്ധിക്കപ്പെട്ട് കാരാഗൃഹത്തിനകത്ത് അടയ്ക്കപ്പെട്ടു. അവൻ ഇരുമ്പടിക്കകത്ത് കിടക്കുമ്പോൾ ദൈവത്തിന് ദൂതൻ വന്ന് അവനെ തട്ടി ഉണർത്തി. എന്നിട്ട് എന്നോട് പറയാ, വസ്ത്രം പുതച്ച് എന്റെ പിന്നാലെ വരിക. അവിടെ വായിക്കുന്നു, 1-ാം കാവല് കടന്നു, 2-ാം കാവല് കടന്നു, പട്ടണത്തേക്കുള്ള ഇരുമ്പോ അതിൽ സ്വയം തുറന്നു. ഇവിടെ നിങ്ങൾ ചിന്തിക്കണം, അങ്ങോട്ട് പോയപ്പോ ഓരോ വാതിൽ അടഞ്ഞടഞ്ഞാ പോയി, ഇങ്ങോട്ട് വരുമ്പോൾ ഓരോ വാതിൽ തുറന്നു തുറന്നു വന്നു. വാതിൽ തുറന്നു തുറന്നു വരുവാൻ കാരണം പത്രോസ് അല്ല പോകുന്നത്, പത്രോസിന് മുമ്പിൽ ദൈവം പോവുക. ചിലരോടൊക്കെ പരിശുദ്ധാത്മാവ് സംസാരിക്കുക, നീ നോക്കി നിൽക്കുമ്പോൾ അടഞ്ഞടഞ്ഞു പോയ വാതിലുകൾ നീ നോക്കി നിൽക്കുമ്പോൾ തന്നെ നിനക്ക് മുമ്പിൽ തുറന്നു തുറന്നു വരും. അതിന്റെ രഹസ്യം, നിനക്ക് മുമ്പിൽ ഒരാൾ യാത്ര ചെയ്യുന്നു, നിനക്ക് മുമ്പിൽ ഒരുവൻ യാത്ര ചെയ്യുന്നു. അവന്റെ പേര് യേശു എന്നാണ്. എത്ര പേരിനോട് ചേർന്ന് പ്രാർത്ഥിക്കും, കർത്താവേ എനിക്ക് മുമ്പായി അങ്ങ് പോകണേ, എനിക്ക് മുമ്പായി അങ്ങ് ചലിക്കണമേ. നമുക്കൊന്നിച്ച് കണ്ണുകളെ അടച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഇതുവരെ പോയിട്ടില്ലാത്ത വഴിയെ കൂടെ ഞങ്ങളെ കൊണ്ടുപോകാൻ അങ്ങ് ഞങ്ങൾക്ക് മുമ്പിൽ ചലിക്കണം. ഹല്ലേലൂയ. വിശ്വാസ കണ്ണാൽ അങ്ങയെ നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കൃപ തരണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നിനക്ക് മുമ്പിൽ യാത്ര ചെയ്യും. നീ ദൈവത്തെ അനുഗമിക്കുക. എത്തേണ്ടിടത്ത് നീ എത്തും. ഗോഡ് ബ്ലസ് യു.